മരണവേദനയിലും നിസ്കാരം ഉപേക്ഷിക്കാത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എങ്ങനെയാണ് വഫാത്തായതെന്നറിയാമോ? ഇമാമായി നിസ്കാരം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ ഇടയിൽ അബൂ ലുലുവ അൽ മജൂസി ചതിയിലൂടെ അദ്ദേഹത്തെ കത്തിയാൽ കുത്തി. വയറ്റിൽ ഒരു വലിയ തുളയുണ്ടായി. രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ബോധം പോകുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ മരണത്തിന്റെയും ബോധത്തിന്റെയും അതിരിലാണ് അദ്ദേഹം. അപ്പോൾ ബാങ്ക് വിളി കേൾക്കാൻ തുടങ്ങി. അത് നമസ്കാര സമയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ താങ്ങി നിർത്തിക്കൊണ്ട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എവിടേക്കാണ് പോകുന്നത്? ഞാൻ ബാങ്ക് വിളി കേൾക്കുന്നു, എനിക്ക് നിസ്കരിക്കണം. പിന്നെ പറഞ്ഞു, എന്നോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരമില്ലാത്തവന് ദീനില്ല. ശരീരത്തിന് തല പോലെയാണ് ദീനിന് നിസ്കാരം. ഇതാണ് ഇസ്ലാമിൽ നിസ്കാരത്തിന്റെ സ്ഥാനം, നിസ്കാരത്തിന്റെ മഹത്വം, അതിലെ വിശ്വാസം, മരണം വരെ അതിനെ പിന്തുടരാനുള്ള ഭയം. ഇതെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. എത്രത്തോളം നിസ്കാരം മഹത്വമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്.